ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയൊക്കെ വാശി വേണോ അച്ഛനോട്? ഇത് വാശി മാത്രമല്ല, സ്നേഹവും പിടിവാശിയും തമ്മിലുള്ള ഒരു മത്സര. ഒടുവിൽ ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോൽക്കും അല്ലേ? പക്ഷേ തോൽക്കുന്നത് അച്ഛനാവരുത്. എന്നെയും തെരുവ് പട്ടികളെയും ഒരുമിച്ചാ തല്ലി ഓടിച്ചത്. കേൾക്കുമ്പോ കഷ്ടം തോന്നുന്നു മോളെ. നമ്മുടെ പ്രകാശനെയും മനോജിനെയും പോലെയുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ ഇത്? ഭാര്യ എന്ന നിലയില് എനിക്കിവിടെ പല പരിമിതികളും ഉണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. വന്നു കയറിയതല്ലേ ഉള്ളു മോളെ, ഒരു ചായ കൊടുത്തിട്ട് വിട്ടാ മതി. എനിക്ക് ചായ ഒന്നും വേണ്ട മുത്തശ്ശി, എന്റെ സങ്കടം ഒന്ന് കേട്ടാ മതി. അനാഥനായിരുന്ന വിക്രമിന് സ്നേഹമുള്ള ഒരു ഭാര്യയും മുത്തശ്ശിയും കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഞാനിപ്പോഴും അനാഥന. ഇതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? അല്ല, ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ സുഖവും സന്തോഷവും അറിയാൻ എനിക്കും കൊതിയുണ്ടാവില്ലേ? എന്റെ സങ്കടങ്ങൾ പറയാൻ എനിക്ക് മറ്റാരുമില്ല. ഒരു കുടുംബാന്തരീക്ഷത്തില് ഏറ്റവും പ്രധാനം കുടുംബനാഥന. അയാളുടെ ഇഷ്ടത്തിനെതിരായി സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് നാട്ടുമര്യാദയല്ല. അതൊരു ഭാര്യയുടെ നിലപാട്. പക്ഷേ പ്രായവും പക്വതയും അലിവും സ്നേഹവുമുള്ള ഈ മുത്തശ്ശി പറഞ്ഞ കുടുംബനാഥനും അനുസരിക്കേണ്ടതല്ലേ? മുത്തശ്ശി പറഞ്ഞ എനിക്കിവിടെ കുറച്ചു ദിവസം കഴിയാനുള്ള അനുവാദം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ, പ്ലീസ് എന്നെ ഇപ്പം മുത്തശ്ശി പറഞ്ഞ പ്രകാശായോ മനോജായോ ആരെങ്കിലുമൊക്കെ കണ്ടാ മതി. നീ വീണ്ടും വന്നോ? മച്ചു, ഞാൻ അതെ മക്കളെ, ഇവൻ ഒരേ ഒരു സുഹൃത്തും ബന്ധുവും വേണ്ടപ്പെട്ടവനൊക്കെ നീ മാത്രമാ. ഇവൻ കുറച്ചു ദിവസം ഇവിടെ താമസിച്ചോട്ടെ. ബസ് സ്റ്റാൻഡിലെ തെരുവ് നായ്ക്കളുടെ കൂടെ കഴിയാൻ ഇവനെ പറഞ്ഞു വിടരുത്. മുത്തശ്ശി പറയുന്നത് മോൻ അനുസരിക്കത്തില്ലേ? അത് പിന്നെ മുത്തശ്ശി എനിക്ക് എന്റെ പെറ്റമ്മയ്ക്ക് തുല്യല്ലേ? ആണല്ലോ. നിരഞ്ജൻ തെമ്മാടി ആവാസനം ഒന്നുമല്ല. നിന്നെ പോലെ കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു പാവോ. അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അയ്യോ, അതല്ല മുത്തശ്ശി. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിരഞ്ജനെ ഇനി എങ്ങോട്ടും പോകുന്നില്ല. മോനെ, നീ നേരത്തെ ഇവിടെ വരുമ്പോ താമസിച്ചോണ്ടിരുന്ന ഒരു മുറിയില്ലേ, അങ്ങോട്ടേയല്ലേ? എന്റെ അനുവാദമില്ലാതെ നിന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിടാൻ പോകുന്നില്ല. വാ, പെട്ടിയെടുത്തോ. ശരി മച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയിട്ടില്ല, പോവാനേ പറഞ്ഞിട്ടുള്ളൂ. ആ നിരഞ്ജനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ള ഏട്ടന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം. അയാളുടെ കാര്യത്തില് എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അയാൾ ആരാണ്, എന്താണ്? ഏട്ടൻ അയാളെ ഭയക്കാനുള്ള കാരണം എന്താ എന്നൊക്കെ എന്നോട് തുറന്നു പറ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം.
വിളിച്ചത്? അച്ഛനാ. അച്ഛനോ? എന്നിട്ടെന്താ ജഗൻ ഫോൺ എടുക്കാത്തെ? കട്ടായി. കട്ടായെങ്കിൽ തിരിച്ചു വിളിക്ക്. എന്തായാലും ഇപ്പൊ വിളിക്കുന്നില്ല. ജഗ, അച്ഛൻ വിളിച്ചതല്ലേ? എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ? ആവശ്യക്കാരാണെങ്കിൽ വീണ്ടും വിളിക്കും. ഇത്രയൊക്കെ വാശി വേണോ അച്ഛനോട്? ഇത് വാശി മാത്രമല്ല, സ്നേഹവും പിടിവാശിയും തമ്മിലുള്ള ഒരു മത്സരം. ഒടുവിൽ ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോൽക്കും, അല്ലേ? പക്ഷേ തോൽക്കുന്നത് അച്ഛനാവരുത്. നമ്മുടെ കഷ്ടങ്ങൾ അറിഞ്ഞ് നമ്മൾ വേദനിക്കാതിരിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു അച്ഛനെ കണ്ട് വളർന്ന മകളാണ് ഞാൻ. ആ അച്ഛന്റെ ഉള്ളൊന്ന് പിടഞ്ഞാൽ എനിക്കറിയാം. ജഗന്റെ സ്നേഹം കരുതലും ഒക്കെ അറിഞ്ഞ ആ അച്ഛന് സ്വന്തം മകനെ മിസ്സാവുന്നത് ഓർത്തായിരിക്കണം. ഞാൻ വിളിച്ചവൻ കണ്ടു കാണുമല്ലോ. അസിതിക്ക് അവനും കൊണ്ട് വിളിക്കാമായിരുന്നല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ അവൻ്റെ അച്ഛനല്ലേ. കൊട്ട